മോന് വിശക്കുന്നില്ലേ? ഒരു ആന ബിരിയാണി തിന്നാനുള്ള വിശപ്പുണ്ട്. ആണോ? ബാ വാങ്ങിച്ചേ. നമ്മൾ ഇതിനെ പുറത്തേക്ക് പോണ ചേച്ചി ഇവിടെ ഉണ്ടല്ലോ. അവൾ ഉണ്ടാക്കുന്ന കഴിച്ചാല് വയറിളകും, പുറത്തുനിന്ന് കഴിച്ചാ വയറ് പെരുകും. ഏത് വേണം? എനിക്ക് വയറ് പെരിയാ മതി. പട്ട് കണ്ടുപിടിച്ച തെണ്ടി. വാലടക്കില്ലേ? വാല് തുറക്ക്. തുറക്കാൻ. വാല് തുറക്ക്. തുറക്കില്ല. ഓ അമ്മേ. വിജയ്, എന്റെ പേര് വി ജയണ്ണ. ആ പേരിലൊരു സാധനം അകത്തുണ്ട്. പോയി മുട്ടിയാ മതി, പ്രതീക്ഷിക്കാതെ കിട്ടും. ഒന്ന് നിക്ക, ലാസ്റ്റ് സപ്പറല്ലേ, ഒന്നും കൂടി കണ്ടോട്ടെ. ഇനി മുട്ടിക്കോളൂ. ഒരെണ്ണം കിട്ടിയത് പോരാ. അയ്യോ സമയത്തിന് അടി കിട്ടി. ചേച്ചിയെ 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 ചേച്ചി അമ്മേ. ഒരടി മിസ്സായില്ല. ക്ഷമിക്കണം, അടി കിട്ടിയില്ലല്ലോ. ആള് മാറിപ്പോയതാ. വട്ട തനിക്കാ? എനിക്കല്ല, അവന്. വിജയ് എന്തിയാ? കുളിക്ക. നമ്മളാരാ? ഞാൻ ഇവിടെ മൊത്തത്തിൽ ഇതൊക്കെ വിജയമോൻ ഈ ബാറ്റ് കൊണ്ട് കളിച്ചു കിട്ടിയതാ. ഭയങ്കര കളിക്കാരനാ. ഹലോ ഹലോ. വായിരിക്കും. ടെന്നീസിൽ സ്റ്റേറ്റ് ചാമ്പ്യൻ ആണല്ലേ? കുട്ടപ്പെട്ട കുടിക്കാൻ എന്തെങ്കിലും എടുക്കോ? അപ്പൊ ഒന്ന് മനഃപൂർവ്വം എന്റെ മുമ്പിൽ തോറ്റതാണ്. എന്തിനത്? ഈ തലതെറിച്ചവനുമായി ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ. കോളേജിൽ വന്ന അന്ന് ആദ്യമായിട്ട് കണ്ടത് ഒരു അടിയുടെ സീനിലാണെങ്കിലും അത് ന്യായത്തിന് വേണ്ടിയായിരുന്നു എന്ന് എനിക്ക് പിന്നീട് മനസ്സിലായേ. എല്ലാവരും അജിത്തിന്റെ തിന്മകൾ മാത്രം പറയുമ്പോൾ ഞാൻ നന്മകൾ കണ്ടെത്താൻ ശ്രമിച്ചു. അതൊടുവിൽ ദേ ഇങ്ങനെ എന്റെ മുന്നിൽ കൊണ്ടെത്തിച്ചു. ദോസ്ത്, കണ്ടോടാ മഹാത്ഭുതം. MGR MN നമ്പ്യാർ ഒരുമിച്ച് വരുന്നവരുണ്ട്. ബൈക്കിന്റെ പിന്നിൽ ആരെയും കയറ്റാത്ത നീ ശത്രുവായ ഇവനെ കയറ്റിയത് അത്ഭുതം തന്നെ. ബൈക്കിന്റെ പുറകിലല്ല, ഹൃദയത്തിലേക്ക് കയറിയത്. എന്നെ തോപ്പിച്ചു കളഞ്ഞു. ഇവൻ ഇന്നു മുതൽ എന്റെ ഫ്രണ്ടാ, നിങ്ങളുടെയും. ഈ കോളേജിലെ 2 ഹീറോസ് ഒരുമിച്ച ഈ സുദിനം കവിതയിലെ പടത്തിന്റെ ടിക്കറ്റ് ഓക്കേ. നിക്ക് 2 ടിക്കറ്റേ ഉള്ളൂ, എനിക്കും അജിത്തിനും. അത് കൊള്ളാലോ. കണ്ടിട്ട് വന്നിട്ട് നാളെ കഥ പറഞ്ഞുതരാം. ഓക്കെ? വണ്ടി വിട. അളിയ ന്യൂൺഷോയുടെ സമയം മാറ്റി. ഇന്ന് മുതൽ മാറ്റിന്റെ സമയത്താ ന്യൂൺഷോ. അതുകൊണ്ട് പേടിക്കണ്ട, കടന്നു പോയാലും അങ്ങ് എത്തും. നീ നിന്റെ വണ്ടി എടുക്ക്. നിന്റെ പുറകിലിരുന്നല്ലേ ഞാൻ രാവിലെ വന്നത്. നിന്റെ വണ്ടിയുടെ ചാവി ഇങ്ങോട്ട്. എത്ര ടിക്കറ്റ് ഉണ്ടെന്നാ പറഞ്ഞേ? 2. എന്നാലേ ഞങ്ങളുടെ വണ്ടി കള്ളം കൊണ്ടുപോയി. വാ. ഈ താക്കോൽ എടുത്തേക്കാൻ കംപ്ലീറ്റ് കള്ളന്മാരാ. ഇന്ന് അവര് പടം കണ്ട തന്നെ. ഓട്ടോ പൈസ ഉണ്ടോ നോക്കട്ടെ. അതൊക്കെ ഉണ്ട്, വേഗം കയറി. വിട്ടോ വണ്ടി വിട്ടോ. ഇങ്ങോട്ടോ. കവിത തിയേറ്ററിലേക്ക് വിട്ടോ.
ഓട്ടോ. ദാ അജിത്, ദാ അവിടെ നിൽക്കാൻ. ഹലോ ഹലോ, ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല. വാ. ആ അമ്മയാ, ഇതെന്റെ ഫ്രണ്ട് വിജയ്. വാ. അജിത്, നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നീ മാത്രം അകത്തേക്ക് വാ. ഫ്രണ്ട്സിനെ ആരെയും വീട്ടിലേക്ക് വരുത്തരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? അമ്മ ഉദ്ദേശിക്കുന്ന പോലത്തെ ആളല്ല, അവൻ എന്റെ നല്ല ഫ്രണ്ടാ. അതൊക്കെ കോളേജിലോ ക്ലാസ്സിലോ വെച്ച് മതി. വീട്ടിലേക്ക് വിളിച്ചിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഒന്നും വേണ്ട ഇവിടെ. അമ്മ ഇവൻ നല്ലവനാ. എന്നെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഹെൽപ്പ് ചെയ്ത് ഇവനാ. എന്തായാലും ശരി, നിന്റെ ഒരു ഫ്രണ്ടിനെ ഇവിടെ അംഗീകരിക്കാൻ പറ്റില്ല. ആ പറഞ്ഞുവിടാൻ നോക്ക്. അമ്മ ദേ, നീ എന്താ ഇവിടെ തന്നെ നിന്ന് കളഞ്ഞ? കയറുവാ. ഞാനിപ്പോഴാ ഓർത്ത എനിക്ക് അത്യാവശ്യമായിട്ട് ഒരാളെ കാണാനുണ്ടായിരുന്നു. ഇതൊരു വന്നപ്പോ ചുമ്മാ കയറിയെന്നേ ഉള്ളൂ. ഞാൻ ഇറങ്ങട്ടെ. അല്ല, കോളേജ് വെച്ച് കാണാം. ഞാൻ നമുക്ക് പോ. നിക്കടിയോടെ. എവിടെയായിരുന്നു ഇതുവരെ? ക്ലാസ് കഴിഞ്ഞിട്ട് ഇത്ര നേരം എവിടെയായിരുന്നു? ഷോപ്പിംഗിന് പോയി കുറച്ച് ഡ്രസ് എടുക്കാൻ. അതിനെന്തിനാ ഇത്ര ലേറ്റ്? ലേറ്റ്? അതെ, അതിനുശേഷം ഞാൻ എന്റെ ബോയ് ഫ്രണ്ടുമായിട്ട് ഐസ്ക്രീം കഴിക്കാൻ പോയി. പിന്നെ ഞങ്ങൾ അവിടുന്ന് ബീച്ചിൽ പോയി. ഒന്നുളിഞ്ഞൻ. ആ കൊല്ലും, ഒരേട്ടൻ വന്നിരിക്കുന്നു. സ്വന്തം പെങ്ങളെ പോലും വിശ്വാസമില്ല. ദേ ഇതുണ്ടോ, ഏട്ടൻ ഒരു ഷർട്ട് എടുക്കാൻ വേണ്ടിയിട്ടാ ഞാൻ ഇത്രയും നേരം കളഞ്ഞു വിളിച്ചത്. എന്റെ അടുത്താലും പിടിക്കില്ലല്ലോ. ഇതെങ്ങനുണ്ട്? ആ, നിന്നെ പോഴ്ത്തി പറയല്ല. ഒട്ടും നിനക്ക് സെലക്ഷൻ സെൻസ് ഇല്ല. എന്നാലേ എന്റെ പൊന്നു മോന് ഇടണ്ട. അല്ല, എനിക്ക് കുറച്ച് ഗ്ലാമർ കൂടുതലുള്ളോണ്ട് ഞാനിത് അഡ്ജസ്റ്റ് ചെയ്തോളാം. ഓ, ഹൃതിക് റോഷൻ അല്ലേ മങ്കി. ഇടി. എന്താ എന്താടി അവിടെ ഒരു ബഹളം? എന്താന്ന് വിടറാ അവളെ. നോക്കമ്മ എന്റെ ചെവി പൊന്നാക്കി. എന്തിനാടാ അവളെ ഉപദ്രവിക്കുന്നത്? പിന്നെ എന്നെ കുരങ്ങാന്ന് വിളിച്ച? അയ്യോ, കൊരങ്ങാന്നൊന്നും ഞാൻ വിളിച്ചില്ല. നീ വിളിച്ചില്ലടി? ഇല്ല, ഞാൻ മങ്കി എന്നല്ലേ വിളിച്ചത്. കേട്ടാമേ? ചേട്ടനെ എങ്ങനെ മങ്കിന്നൊക്കെ വിളിക്കാം? അമ്മേന്റെ ഏട്ടാ, ഇനി ഞാൻ മങ്കി എന്നൊന്നും വിളിക്കില്ല കേട്ടോ. ആ, കുഴപ്പമില്ല. കൊരങ്ങാന്നേ വിളിക്കൂ. എടി. ഇവളുടെ ഒരു കാര്യം. മോളെ, നീ ഒന്ന് കുളിച്ച് റെഡിയാവും. അമ്പലത്തിൽ പോണം. അജിത്തും വരുന്നുണ്ട്. അമ്മേ, ഏട്ടൻ ഒരുപാട് മാറിപ്പോയില്ലേ? ആ പഴയ കളിയും ചിരിയൊക്കെ. ശരിയാ, ഞാനും ആലോചിക്കായിരുന്നു. ഇതിനൊക്കെ നന്ദി പറയേണ്ടത് ആ കുട്ടിയോടാ. അമ്മ ആരുടെ കാര്യമായി പറയുന്നത്? ഞാൻ പറഞ്ഞില്ലേ അന്നിവിടെ വന്നൊരു ഫ്രണ്ടിനെ കുറിച്ച്. അവനുമായുള്ള കൂട്ട അജിത്തിനെ ഇത്രയും മാറ്റിയത്. ആ കുട്ടിക്ക് 100 പുണ്യം കിട്ടും. നിനക്കെന്താ കഴിക്കാൻ വേണ്ടേ? നീ പറഞ്ഞാ മതി. 2 പ്ലേറ്റ് ഫ്രൈഡ് റൈസ്, പിന്നെ 2 ബട്ടർ ചിക്കൻ. ഗ്രീൻ സലാഡ് ഇല്ലേ? ഉണ്ട് സാർ. അത് മതി. ആ ശരി. എന്താടാ, എന്തു പറ്റി നിനക്ക്? കുറച്ച് ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു. എന്തോ ഒന്ന് നിന്നെ വല്ലാതെ അലട്ടുന്നുണ്ട്. എന്താടാ? അത് ഒന്നുമില്ല. ആ, പറയടാ. ഞാൻ ഇവിടെ വെച്ചൊരു പെണ്ണിനെ വളരെ യാദൃശ്ചികമായി കണ്ടടാ. പിന്നീട് പലവട്ടം ഞാൻ അവളെ കണ്ടു. ആരാന്നോ എവിടെ നിന്നാണെന്നോ പേരെന്താണെന്നോ ഒന്നും അറിയില്ല. ഇപ്പൊ എന്റെ ദിവസം തുടങ്ങുന്നത് തന്നെ അവളെ കുറിച്ച് ഓർത്തോണ്ടാ. 1-2 വട്ടം ഞാൻ മിണ്ടാൻ ശ്രമിച്ചു, പക്ഷെ ഒന്നും പറയാൻ പറ്റിയില്ല. അവളാണ് എന്റെ ജീവിതത്തിൽ കടന്നു വരാൻ പോണ പെണ്ണെന്നൊരു തോന്നൽ. എല്ലാം അവളോട് തുറന്ന് പറയണം.
നീയും കൂടെ വരണം എന്റെ കൂടെ. നിന്റെ ഒന്ന് സപ്പോർട്ട് നിർത്തി. ഈ വക കാര്യങ്ങളൊന്നും എന്നോട് സംസാരിക്കരുത്. എനിക്കതൊന്നും ഇഷ്ടമല്ല. പ്രേമം ദിവ്യമാണ്, അനശ്വരമാണ് എന്നൊക്കെ കവിതയിലും നോവലിലൊക്കെ വായിക്കാൻ കൊള്ളാം. പ്രേമം ആളുകളെ തമ്മിൽ അടുപ്പിക്കും, കുടുംബ ബന്ധങ്ങൾ തകർക്കും, മനസ്സമാധാനം കെടുത്തും. അതൊന്നും വേണ്ട, വിട്ടേക്ക്. നീ അവളെ ഒന്ന് കണ്ടു നോക്ക്. നിനക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ മറന്നേക്കാം. നിന്റെ ഇഷ്ടം. നിന്നെ തിരുത്താനുള്ള അധികാരം എനിക്ക് ഉണ്ടോന്നറിയില്ല. എങ്കിലും നിന്റെ കാര്യത്തിൽ എനിക്ക് എന്തോ ഒരു റൗഡിത്തരങ്ങളായിട്ട് നടന്ന് എന്നെ നേർവഴിക്കാക്കിയത് നീയാണെന്ന് അമ്മ എപ്പോഴും പറയാറുണ്ട്. അമ്മ നിന്നെ തിരക്കി നിന്നെ കൊണ്ട് ചെല്ലണമെന്ന് പറഞ്ഞു. നിന്റെ ഫീലിങ്സ് എനിക്ക് മനസ്സിലായി. വീട്ടിൽ വന്നപ്പോ നിന്നോടങ്ങനെ പെരുമാറിയതിൽ അമ്മയ്ക്ക് കുറ്റബോധമുണ്ട്. നീ വീട്ടിൽ വന്നേ പറ്റൂ. അജിത്, അജിത്, അജിത് അവിടെ നിൽക്കാൻ. അജിത് എന്താണ്? ആരാവൻ? വിശദീകരിക്കാൻ മാത്രം വലിയ മഹാനൊന്നുമല്ല. മിസ്റ്റർ, ആരാ നിങ്ങൾ? എന്താ പ്രശ്നം? നിനക്ക് പോരായില്ലേ? ദാ പോകും. ആ വാ, അകത്തേക്ക് വാ. മോന് വിഷമം കാണുമെന്നറിയാം. അന്നത്തെ എന്റെ മാനസികാവസ്ഥയ്ക്ക് എന്തൊക്കെയോ പറഞ്ഞു. അതൊക്കെ മറക്കണം. അമ്മ എന്ന് എന്ത് പറഞ്ഞു? ഞാനൊന്നും കേട്ടില്ലല്ലോ. ഒരുപാട് നന്ദിയുണ്ട് മോനോട്, അജിത്തിനെ ഇങ്ങനെ മാറ്റിയെടുത്തതിൽ. അവനെ കുറിച്ച് എനിക്ക് പേടിയായിരുന്നു. സമയത്തിന് വീട്ടിൽ വരില്ല, തല്ലും വഴക്കും. ഇപ്പൊ ഒക്കെ മാറി. അജിത്തില്ലേ? മോളിലുണ്ട്. നീ ഇതുവരെ ഒരുങ്ങി കഴിഞ്ഞില്ലേ? ഒരു 5 മിനിറ്റടാ. ഞാൻ ഇന്നലെ പറഞ്ഞല്ല റെയിൽവേ സ്റ്റേഷനിൽ പോണോന്ന്. 9 മണിക്കുള്ള ട്രെയിനിൽ അവള് പോണത്. ഓ, എല്ലാം കൃത്യമായിട്ട് കാണാപ്പാടാക്കി വെച്ചിരിക്കാണല്ലേ. നീ നിർബന്ധിച്ചോണ്ട് മാത്രം ഞാൻ പറഞ്ഞത്. ഇത് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ്. ഏട്ടാ ഞാൻ ഇറങ്ങാം. ഓ, നിന്നെ പരിചയപ്പെടുത്തിയില്ലേ? എടി ഒന്നും പരിചയപ്പെടുത്തലേക്ക് പിന്നെ ആകാം. നീ വേഗം റെഡിയാകും, സമയം പോണു. ഒന്ന് ഇരുന്ന് കഴിക്കണം. സമയമില്ല, മതി അമ്മ. ട്രെയിൻ എങ്ങാനും മിസ്സായിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ ഒന്ന് വെറുതെ ഇല്ല. അമ്മേ, ഞങ്ങൾ ഇറങ്ങാ. കാപ്പി കുടിച്ചിട്ട് പോവാൻ മക്കൾ. വേണ്ട വേണ്ട, ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചോളാം. ഇവന് അത്യാവശ്യം ഒരാളെ കാണാനില്ല. ആരെയാ മോനെ? ഫ്രണ്ട് വാടാ. എന്നാലും കാപ്പി കുടിച്ചിട്ട് പോവാന്നേ. അയ്യോ, ഞാൻ ഇനിയും വരില്ല അമ്മേ. പോട്ടെ പോട്ടെ മേ. ആരാമ്മ ഇത്? അജിത്തിന്റെ ഫ്രണ്ടാ. പാല് കുടിച്ചിട്ട് പോവാൻ മോളെ. അയ്യോ വേണ്ട, വൈകുന്നേരം വരെ ഇരിക്കണ്ടല്ലേ, കഴിച്ചിട്ട് ഈ പോയാ അമ്മയുടെ ഒരു കാര്യം. എവിടെയാണ്? ഇപ്പൊ വരുവാടാ. അതെ, എന്റെ പെങ്ങള് വന്നു പോണ സ്റ്റേഷനത്. അവളെങ്ങനെ ഇത് അറിഞ്ഞ എന്റെ മാനം പോകും. എന്താ ഇവിടെ? ഞാൻ എന്റെ ഫ്രണ്ടിന്റെ കൂടെ വന്ന അവൻ ആരെ കാണാനെന്ന് പറഞ്ഞു. ഇത് വിജയ്, എന്റെ ക്ലോസ് ഫ്രണ്ടാ. ഇത് ഗീതു, എന്റെ പെങ്ങളാ. ഹലോ. ഹലോ. ഞാൻ പറ്റേ സമയായി. ഇനി വീട്ടിൽ ചെല്ലുമ്പോ അവളുടെ കുത്തി കുത്തി ഓരോ ചോദ്യമുണ്ട്. ഇവിടെ ആരെ കാണാൻ വന്നാണ്? ഫ്രണ്ടിന്റെ ആരാ വരാനുള്ളത്? നിനക്കെന്താ പറ്റി?
നിന്റെ ആള് ഇതുവരെ വന്നില്ലേ? ഇല്ല, ഇനി വരുമെന്ന് തോന്നുന്നില്ല. വാ പോവാം.